സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാകാൻ പാടില്ല എന്നതാണ് സർക്കാർ നയമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ സംഘടിപ്പിച്ച പുനലൂർ താലൂക്ക് തല പട്ടയ വിതരണ മേള ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചിറ്റയം ഗോപകുമാർ. ഭൂമി നൽകുന്നതിനോടൊപ്പം തലചായ്ക്കാൻ ഒരിടം എന്ന നിലയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷത്തോളം പേർക്ക് ഇതിനോടകം വീട് വെച്ച് നൽകി. 10 വർഷം കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടെ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ കൂട്ടിച്ചേർത്തു. 600ഓളം പേർക്കാണ് പട്ടയം കൊടുക്കുന്നത്. ഹരിപ്പാ സമരവുമായി ബന്ധപ്പെട്ട 14 വർഷം നീണ്ടിരുന്ന സമരത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുകയാണ്. 26-ാം തീയതി കൊല്ലം ജില്ലയിൽ മാത്രം 2000 പേർക്ക് പട്ടയം കൊടുക്കുന്നു. കൊല്ലത്ത് വെച്ച് വലിയ പട്ടയ മേള സംഘടിപ്പിക്കുകയാണ്. അന്ന് കേരളത്തിലുണ്ടാകെ 14 ജില്ലയിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് 26-ാം തീയതി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പട്ടയം കൊടുക്കുകയാണ് വീണ്ടും ഗവൺമെന്റ്. ഒരാൾക്ക് പോലും ഭൂമിയില്ല എന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഈ ഗവൺമെന്റിന്റെ നയം. അതിന്റെ ഭാഗം കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് 10 വർഷം തിരിയുമ്പോൾ എല്ലാ മനുഷ്യരെയും ഭൂമിയില്ലാത്ത ആളുകളുടെ എല്ലാ പ്രയാസവും പ്രതിസന്ധിയുടെ സുപാരയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. നിയമസഭാ സാമാന്യൻ എന്ന നിലയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇരിക്കുന്നത് നേരിട്ടറിയാം. നിരവധി തവണ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ല സമ്മർദ്ദം ഇടപെടൽ ബഹുമാനായ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുബാൻ MLA എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം. PS സുബാൽ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N ദേവിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M സൈനബ BV, S ആനന്ദ്, ആതിര പ്രവീൺ, PK രാജിമോൾ, ശോഭ, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ADM G നിർമ്മൽകുമാർ, തഹസീൽദാർമാരായ സുരേഷ് ബാബു, അജിത് ജോയി തുടങ്ങി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, റവന്യൂ വകുപ്പ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ താലൂക്കിലെ വിവിധ വില്ലേജുകളിൽ നിന്നുള്ള 525 പേർക്കാണ് കുളത്തൂപ്പുഴയിൽ വെച്ച് പട്ടയം കൈമാറിയത്. 14 വർഷമായി അരിപ്പയിൽ ഭൂമി കയ്യേറി സമരം ചെയ്തു വന്ന 264 പേർക്കും ചടങ്ങിൽ പട്ടയം നൽകി. തെന്മല, കുളത്തൂപ്പുഴ വില്ലേജുകളിൽ ഉൾപ്പെടുന്ന KIP ലേബർ കോളനി, ആയിരനെല്ലൂർ വില്ലേജിലെ മരോട്ടിത്തടം നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കി. അതേസമയം തന്നെ ഇടമുളക്കൽ വില്ലേജിലെ നീറായിക്കോട് നിവാസികൾക്ക് വഴിപ്രശ്നം നിലനിൽക്കുന്നതിനാൽ പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ വിവിധ ഉന്നതികളിൽ ഉൾപ്പെട്ടു വരുന്ന വനഭൂമി കൈവശക്കാർക്ക് കരമൊടുക്കി ഭൂമിക്ക് അവകാശികളായി മാറ്റുന്നതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.